പുരാണങ്ങൾ അനുസരിച്ച് ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ പക്കലുള്ള അസ്ത്രമാണ് പാശുപതാസ്ത്രമെന്ന് പറയപ്പെടുന്നത്. പശുപതി എന്നും ശിവന് പേരുള്ളതിനാൽ ശിവന്റെ അസ്ത്രത്തെ പാശുപതം എന്ന് പറയുന്നു. നമുക്കറിയാം, മഹാഭാരതത്തിൽ ഈ ഒരു അസ്ത്രം കൈവശമുള്ള ഏക പോരാളി അർജുനനാണ്. അതുകൊണ്ടാണ് അർജുനൻ വളരെ ശക്തനായിട്ട് അറിയപ്പെടുന്നത്. മഹാഭാരതത്തിൽ പാണ്ഡവരുടെ വനവാസ കാലത്ത് അർജുനൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനിൽ നിന്ന് മന്ത്രം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അസ്ത്ര സമ്പാദനത്തിനായിട്ട് വനത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം ഇന്ദ്രദേവനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ദേവാദിദേവനായ മഹാദേവനെ പ്രത്യക്ഷനാക്കുവാൻ ഉദ്ദേശിച്ച് ഘോരമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. അർജുനന്റെ ആ ഘോരമായ തപസ്സിൽ പ്രീതനായ പരമശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും പാശുപതാസ്ത്രം നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ മഹാദേവൻ അർജുനനോട് പറഞ്ഞ ഒരൊറ്റ വാചകമുണ്ട്. പുരാണങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഈ വാചകം മാത്രം കേട്ടാൽ മനസ്സിലാകും ഈ അസ്ത്രം എത്രത്തോളം അപകടകാരിയാണെന്നും എന്തുകൊണ്ടാണ് അർജുനനാണ് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് എന്നും. അതായത് മഹാദേവൻ ഇങ്ങനെയാണ് പറയുന്നത്: അർജുന, ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, വായു തുടങ്ങി ഒരു ദേവന്മാർക്കും ഈ അസ്ത്രം സിദ്ധിച്ചിട്ടില്ല എന്നറിയുക. പ്രപഞ്ചത്തിലെ ത്രിലോകങ്ങളിലെ സർവചരാചരങ്ങളും പാശുപതമേറ്റാൽ ഭസ്മമായി പോകും. വാക്ക്, നോട്ടം, മനസ്സ്, വില്ല് എന്നിവയാൽ പാശുപതം ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് മഹാദേവൻ ഈ അസ്ത്രത്തിന്റെ പ്രയോഗത്തെക്കുറിച്ചും ഉപസംഹാര വിധികളും മന്ത്രങ്ങളുമൊക്കെ അർജുനന് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. ശിവനിൽ നിന്നും അർജുനൻ മഹത്തായ അസ്ത്രം നേടിയത് അറിഞ്ഞ് അത്ഭുത സ്തബ്ധരായ ദേവന്മാർ അർജുനനിൽ വളരെയധികം പ്രീതരായി തീരുകയും അവരെല്ലാം അവരവരുടെ അസ്ത്രങ്ങൾ കൂടി അർജുനന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പാശുപതാസ്ത്രം ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അതായത് ക്രിയേഷനെ തന്നെ, സമ്പൂർണമായ പ്രപഞ്ചത്തിനെ പോലും നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ആ അസ്ത്രത്തെക്കുറിച്ച് പുരാണത്തിൽ പറയുന്നത്. ഈ അസ്ത്രം പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ എവിടെയും പാശുപതാസ്ത്രം ഉപയോഗിച്ചിട്ടില്ല. ഈ അസ്ത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ മഹാദേവൻ അർജുനനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആർക്കൊക്കെ എതിരെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാശുപതാസ്ത്രം അവിശ്വസനീയമായ വിധം ശക്തവും വിനാശകരവുമായിട്ടുള്ള ഒരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ നിസാരമായിട്ട് ഈ ആയുധം ഉപയോഗിക്കാൻ പാടില്ല. ജാഗ്രതയോടെ മാത്രം ഉപയോഗിക്കേണ്ട ആയുധമാണിത്. പാശുപതാസ്ത്രം പ്രയോഗിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് ശിവൻ അർജുനനോട് നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നുണ്ട്. അതായത് നിസാരന്മാരായിട്ടുള്ള ശത്രുക്കൾക്ക് നേരെ ഉപയോഗിക്കേണ്ട ഒന്നല്ല. സർവവും നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ ആയുധം അത്ര തന്നെ ശക്തനായ ഒരു ശത്രുവിന് നേരെ മാത്രമേ വേണ്ടി വന്നാൽ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തില് കർണൻ, ദ്രോണർ തുടങ്ങിയ ശക്തരായ യോദ്ധാക്കൾ ഉൾപ്പെടെ നിരവധി എതിരാളികളെ അർജുനൻ നേരിടുന്നുണ്ട്. പരമശിവനും മറ്റ് ദേവന്മാരും അനുവദിച്ച മറ്റ് ധാരാളം പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചപ്പോഴും ശിവൻ നിർദ്ദേശിച്ച പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നിന്നിരുന്ന പാശുപതാസ്ത്രം ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അതിനുള്ള ഒരു അവസരം അർജുനൻ അവിടെ വേണ്ടി വന്നില്ല എന്നുള്ളതായിരിക്കാം സത്യം. അല്ലാതെ തന്നെ അർജുനൻ യുദ്ധത്തിൽ അവിടെയുള്ള എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ട ആയുധങ്ങളും അസ്ത്രവിദ്യകളും അറിയാവുന്നയാളായിരുന്നു. അതിനാൽ തന്നെ ശിവൻ നൽകിയ പാശുപതാസ്ത്രത്തിന്റെ ശക്തിയോടുള്ള ബഹുമാനം അർജുനൻ നിലനിർത്തുകയും ആ ബഹുമാനം കൊണ്ട് തന്നെ ആ ആയുധം ഉപയോഗിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. പാശുപതാസ്ത്രത്തിന്റെ അതിഭയാനകമായ ശക്തി കൊണ്ടും അത് അത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത്ര മാരകമായ ആയുധമായതുകൊണ്ടും ഒരുപക്ഷെ അത് ലഭിച്ചിട്ടുള്ള ആരും തന്നെ അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.